തല വരുത്തു പോയി. അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. അല്ല സൂയിസൈഡ് അത് ഞാനോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞേ, അത് ഞാനോട് പറഞ്ഞാ മുന്നിനെ അറിയില്ലേ? മുന്നിന് ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞത് ഒരു ബിൽഡിംഗ് ഉണ്ട് എൻ്റെ വീടിന്റെ തൊട്ടേ പുറത്ത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ ഒരു വലിയ ടാങ്കോ ഒരു വലിയ ഇതുണ്ട് കേട്ടോ. വലിയ എന്താ പറയാ അന്നല്ല, അതിന്റെ പിറ്റേന്ന് രാത്രി. കാരണം സ്വന്തം മങ്ങളെ കല്യാണം നടക്കുന്ന എനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അക്കൗണ്ട് ബാലൻസ് 0 മൈനസ്, പൈസ ഇല്ല കയ്യില്. ജീവിക്കാൻ എന്താ ചെയ്യേണ്ട അറിയില്ല. കുടുംബക്കാർ മൊത്തം വന്നിട്ടാണ് ഇങ്ങനെ പോയി ചത്തുവിടണ നിൽക്കല്ലോ. സ്വന്തം മങ്ങളെ കല്യാണത്തിന് ഒരു തരി പൊന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് കയ്യില് മൊത്തം അങ്ങനത്തെ സാധനങ്ങൾ മനസ്സിലായി. ആ സമയം കുടിയുള്ള പദ്ധതിന്റെ മുകളിൽ കയറി ചാവാൻ വേണ്ടിയിട്ട് മനസ്സിലാവും. എന്നിട്ട് പേടിച്ചിട്ട് ചാവ് വേദന എടുക്കൂല പേടിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നില്ല. ചാവാനുള്ള എല്ലാം മൈൻഡെല്ലാം പ്രിപ്പയർ ചെയ്ത്, പക്ഷെ ബോഡി തന്നെ അനുവദിക്കുന്നില്ല മനസ്സിലാവും. ഈ വേദന എടുക്കുന്ന